ക്രിസ്ത്യ ജീവിതം ഭാഗ്യം ക്രിസ്ത്യ ജീവിതം ഭാഗ്യം. ഈ പാട്ട് കോഴി പാടുമ്പോ പറയാറുണ്ട്, ചുമ്മാ ഈ പാട്ട് പാടാൻ നിൽക്കുന്നത്. ഇതിനകത്ത് അർത്ഥങ്ങൾ കിടപ്പുണ്ട്, ഇതിനകത്ത് ചില പ്രവചന ശബ്ദങ്ങൾ കിടപ്പുണ്ട്. നിന്നെ ആരും നോക്കാനില്ലെങ്കിൽ നോക്കുന്നൊരു ദൈവം ഇതിനകത്തുണ്ട്. നിന്ദിക്കുന്നവരുണ്ടാകാം, അപമാനിക്കുന്നവരുണ്ടാകാം, മാറ്റി നിർത്തുന്നവരുണ്ടാകാം, പരിഹസിക്കുന്നവരുണ്ടാകാം, നിന്നെ നോക്കി സകലവും ഇല്ലായ്മ പറയുന്ന അലിഗേഷൻസ് വരുത്തുന്നവരുണ്ടാകാം. പക്ഷെ പ്രതികരിക്കാതെ ദൈവത്തിന്റെ മുമ്പിൽ നീ മുട്ടുകുത്തി നോക്ക്. ദൈവം നിനക്ക് വേണ്ടി ചിലതിനെയൊക്കെ പ്രതികാരമായിരുന്ന രാത്രിയാണിത്. പ്രതികരിക്കാൻ ചെന്നാൽ നീ പ്രതികരിച്ചാൽ നീ തീരുന്ന വിഷയമല്ല. അലിഗേഷൻസ് കണ്ട് ശുശ്രൂഷ നടത്തരുത്. ആരുടെയൊക്കെ ശക്തമായി ദൈവാത്മാവ് പറയുക, ആരുടെയൊക്കെ വാക്കുകൾ എനിക്കതിന് പ്രതികൂലമെന്ന് കണ്ട് ശുശ്രൂഷ നടത്തരുത്. ശുശ്രൂഷ മനുഷ്യന്റേതല്ല, ദൈവത്തിൻ്റെത്. ദൈവം നിന്റെ അകത്തൊരു കോളിംഗ് ഇട്ടെങ്കിൽ അത് പൂർത്തീകരിക്കാൻ ഏത് പൈശാചിക ബന്ധനം നിന്റെ നേരെ വന്നാലും അവനാണ് നിന്റെ പൂർത്തീകരിച്ച് തല്ലാതെ വീഴത്തില്ല. നിന്നെ മാറ്റി നിർത്തത്തില്ല, നിന്നെ പടക്കത്തില്ല, നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ആത്മതേജസ്. രാത്രി നിന്നെ അറിയുന്ന ഒരു ദൈവമാണ്. ഇതുകൊണ്ട് പാട്ടുകാരൻ പറയുന്നു, കൂട്ടുകാരൻ ഫലമായി എന്നെ പോറ്റുന്ന നല്ല പെറ്റമ്മയേക്കാൾ സ്നേഹമുള്ള ഒരു ദൈവം എന്റെ കൂടെ ഉണ്ടെന്നാണ്. അതുകൊണ്ട് എനിക്ക് ആകുല ഒന്ന് പറയാമോ? കല്ലറ എന്ന കൊച്ചു ഗ്രാമത്തിലെ ഞങ്ങൾ ശുശ്രൂഷിക്കുന്നു. കല്ലറ വെഞ്ഞാറമൂട് കല്ലറ. ഈ സ്ഥലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതിനകത്തൊരുത്തൻ ഹല്ലേലൂയ പറഞ്ഞാൽ, ആമേൻ പറഞ്ഞാൽ അടുത്ത മാസം അവന്റെ വീട് ഉൾപ്പെടെ അവിടെ ആൾക്കാർ തീരുമാനിക്കും. ഞങ്ങൾ അവിടെ വന്ന് ശുശ്രൂഷ തുടങ്ങിയപ്പോ ഞങ്ങളോട് അവിടെ നിന്ന് സകലൻ വന്ന് പറഞ്ഞു, കൂട്ടമായി പറഞ്ഞു, നീ ഇവിടെ വിജയിക്കത്തില്ല, നീ ഇവിടെ വാഴത്തില്ല, നീ ഇവിടെ ശുശ്രൂഷ ചെയ്യത്തില്ല, സുവിശേഷ വേല ചെയ്യത്തില്ല. പക്ഷെ എന്റെ അപ്പൻ എന്റെ മുഖം നോക്കി ഞാൻ ചോദിച്ചപ്പോ അപ്പൊ ഇതൊക്കെ വിജയിക്കൂ, ഇതൊക്കെ നേരെയാകൂ, ഇവിടെ നമുക്ക് ശുശ്രൂഷ ചെയ്യാൻ പറ്റുമോ? എന്റെ അപ്പൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ ചേട്ടനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. പക്ഷെ വിളിച്ചത് ദൈവമാണെങ്കിൽ ഓർമ്മിപ്പിക്കാനും ദൈവത്തിന് അറിയും.